മാസത്തിൽ നമുക്ക് പകുതിയോടുകൂടി എന്റെ പൊന്നു കോൺഗ്രസ്സുകാരെ, നിങ്ങൾ മാത്രം പ്രതീക്ഷിക്കാത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആൾക്കാർ മാത്രം ഇങ്ങനെ പ്രതീക്ഷിക്കാത്തുള്ളൂ. ഞങ്ങളിത് ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് വിചാരിച്ചിരുന്നു. സുഹൃത്തുക്കളെ, കറണ്ട് കട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, LDF നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് അതൊരു സ്വപ്നം പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ദുരിതം കേരള ജനത അനുഭവിച്ചിട്ടില്ല. ഇനി സുഹൃത്തുക്കളെ, അടുത്ത ഡിസംബർ വരെ മിക്കവാറും കറണ്ട് കട്ട് തുടർന്നു പോകേണ്ടി വരുമെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷമായില്ലേ? ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് പോയി കുത്തിയതല്ലേ. എന്തായിരുന്നു നമ്മുടെ കാരണ്ടികൾ? ഈ കാരണ്ടികളെല്ലാം കേട്ടിട്ട് പൊട്ടന്മാരായിട്ടുള്ള കുറെ എണ്ണം പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുത്തി. ഇപ്പൊ എന്തായി? തുടക്കം 30 ദിവസം കഴിഞ്ഞില്ല. നിങ്ങൾ അങ്ങനെ തന്നെ ആലോചിച്ചു, വെറും 30 ദിവസം. ആ വെറും 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ കറണ്ട് കട്ട് തുടങ്ങിയിരിക്കുന്നു. ഫുട്ബോൾ ആരാധകരൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. അവർക്ക് ചിലപ്പോൾ അവരെ പ്രധാനപ്പെട്ട ഒരു ടീം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും 30 മിനിറ്റ് എന്നൊക്കെ കറണ്ട് പോകുന്ന വെച്ചാൽ കളി തീർന്ന് പിന്നെ കളി കാണണ്ട. ആ 30 മിനിറ്റാണ് ഇപ്പോൾ കറണ്ട് കട്ട് തുടങ്ങിയിരിക്കുന്നത്. അത് ചോദിച്ചപ്പോൾ നമ്മുടെ കറണ്ടിന്റെ വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം, ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് ഇറങ്ങിപ്പോ. കഴിഞ്ഞ 10 വർഷമായിട്ട് മിസ്റ്റർ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് കറണ്ട് കട്ട് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പരിപാടി ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് കട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ വിചാരിക്കുന്ന KSEB, തൊട്ടടുത്തുള്ള KSEB എന്തോ കുരുത്തക്കേട് ചെയ്യുന്നതാണ്. കുട്ടികളെല്ലാവരും കൂടിയിട്ട് നേരെ KSEBയുടെ റൂമിലേക്ക് ചെല്ലുന്നു. അവർ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇത് ഗവൺമെന്റ് പറഞ്ഞതാണ്, 1/2 മണിക്കൂർ കട്ട്, ഞങ്ങൾ അത് ചെയ്തു നോക്കൂ, ഉത്തരവാണ്. ഇതാണ് നടക്കുന്നത്. അപ്പൊ എന്തായി? ഒരു മാറ്റത്തിന് വേണ്ടി കുത്തി എല്ലാവർക്കും പണി കിട്ടി. ഇതിൽ മാത്രമല്ല ഇനി പണി കിട്ടാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഓരോരോ പ്രൊജക്റ്റിലും ഇങ്ങനെയുള്ള പരിപാടികൾ കിട്ടും. 10 വർഷമായിട്ട് നമ്മൾ കാണാത്തതൊക്കെ കാണും. ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഉത്തരമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ കാലാവസ്ഥ ഇത്ര മോശമാകും. ജൂൺ മാസത്തിൽ നമുക്ക് പകുതിയോടുകൂടി കടം വാങ്ങിയത് തിരികെ കൊടുക്കാവുന്ന ധാരണയിലാണ് നമ്മൾ ഏപ്രിലും മാർച്ചിലും കടം വാങ്ങിയത്. അത് തിരികെ കൊടുക്കേണ്ടതും അഡീഷണൽ ആയിട്ട് നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം വന്നതുമാണ് ഈ പ്രതിസന്ധി. ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മുടെ കാലാവസ്ഥ ഇത്ര മോശമാകും. ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞില്ലേ, ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ. ഇതിനേക്കാൾ വലിയ 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 പ്രശ്നങ്ങളിലൂടെ നമ്മുടെ കേരളം കടന്നുപോയിട്ടുണ്ട്. പ്രളയം എന്ന് പറയുന്ന ഒരു വൻ പ്രശ്നം നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഈ കാണുന്ന കറണ്ട് കമ്പികളും കാലുകളെല്ലാം കൂടി ഒരുമിച്ച് ഒഴുകിപ്പോയിട്ടുണ്ട്. അതൊക്കെ വിത്തിൻ ഡേയ്സ് ദിവസങ്ങൾക്കുള്ളിൽ അത് വീണ്ടും അതേപോലെ അതേ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് പൊതുതു വെച്ച് വയറുകളെല്ലാം കമ്പികളെല്ലാം പഴയതുപോലെ വലിച്ച് അവിടേക്ക് വീണ്ടും വൈദ്യുതി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഇപ്പൊ നിങ്ങളെല്ലാവരും കൂടിയിട്ട്, ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി ഇറക്കി വിട്ട പിണറായി വിജയൻ സർക്കാർ. ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത്, സത്യം പറയില്ല, പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു, എന്നാൽ ഫുട്ബോൾ കളിയെങ്കിലും നേരം വല്ല കാണാൻ മതിയായിരുന്നു അല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും മാറ്റത്തിന് വേണ്ടി കുത്തിയ ആളുകൾക്കൊക്കെ നല്ല ഗംഭീര മാറ്റമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം എന്നല്ലാതെ വേറെ എന്ത് പറയാൻ സാധിക്കും? രാത്രി സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം വ്യാപകമായിട്ടുണ്ടാകുന്നു. അത് ലോകകപ്പ് മത്സരമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് അതെ, വ്യാപകമല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുന്നത് വിഷമകരമാണ്. അതിൽ ജനങ്ങളുടെ പ്രയാസം, പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരുടെ പ്രയാസമൊക്കെ നന്നായിട്ട് ഞാനും മനസ്സിലാക്കുന്നു. അത് ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇനിയാണ് കാരണം കേട്ടോ. നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത്, ലോകം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോളി എന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, സത്യസന്ധമായിട്ട് നിങ്ങളൊരു ഉത്തരം പറയണം. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ആവലാതികൾ നമ്മുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും മുടന്ത് ന്യായങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു പറയുന്ന ഏതെങ്കിലും ഒരു മന്ത്രി ഉണ്ടായിരുന്നോ? ഇല്ല. പ്രയാസങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ പറയുകയില്ല. അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്തിരിക്കും. വൈദ്യുതി ഇല്ലെങ്കിൽ എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാം, ജനങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നായിരുന്നു പിണറായി വിജയൻ ഗവൺമെന്റ് ആലോചിച്ചിരുന്നത്. പക്ഷെ ഇവരതല്ല. വൈദ്യുതി കിട്ടാനില്ലേട്ടാ, അതുകൊണ്ട് 1/2 മണിക്കൂർ കട്ട്, വൈദ്യുതി കിട്ടാനില്ലേട്ടാ ഇനി 24 മണിക്കൂറും കട്ട് എന്ന് ഇവന്മാരാണ്ട് പറഞ്ഞു കളയും. ഇതാണ്
ആ ഒരു അംശം പോലും ഭരിക്കാൻ അറിയില്ല. ഈ ടീമിനെ നിങ്ങൾക്ക് അറിയാലോ, വയനാട് ഫണ്ട് ഓർമ്മയില്ലേ, അതിന് കണക്ക് അവതരിപ്പിച്ച വിദ്വാനാണത്. കണ്ടില്ല, വയനാട് കണക്ക് ഒരു നോട്ടീസിന്റെ പുറകിൽ എഴുതിയിട്ട് ആകെ 600 കോടി, ആകെ 6 കോടി മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ബബ്ബ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. ഇപ്പോഴും വയനാട് പണി ഇവന്മാർ തുടങ്ങിയിട്ടില്ല. അതിനെക്കുറിച്ച് വേറെ വീഡിയോ തന്നെ ചെയ്യണം. വയനാട്ടുകാർ പെടാൻ പോവുകയാണ്. എന്തായാലും ഇത് കേക്ക് മുടന്തിനായ പ്രതിഭാസമാണ് പസഫിക് സമുദ്രത്തിലുണ്ടായ എൽനിനോ പ്രതിഭാസം. അതുകൊണ്ട് രാജ്യത്തൊട്ടാകെ ഉഷ്ണതരംഗം വർദ്ധിച്ചു. അതിന്റെ ഫലമായിട്ട് വൈദ്യുതിയുടെ ഉപയോഗം ഇന്ത്യ രാജ്യത്തൊട്ടാകെ കൂടി. അതിന് നമ്മള് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ കൂടുതൽ ഷോർട്ടേജ് വന്നപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കടം വാങ്ങിയിരുന്നു. അത് ജൂൺ 15 കേരളത്തിൽ മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജൂൺ 15 ശേഷമാണ് നമ്മൾ അത്തരം പച്ചക്കടം വാങ്ങിയത് മടക്കി കൊടുക്കേണ്ടത്. അതിപ്പോ നമുക്ക് മടക്കി കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് രാജ്യത്തൊട്ടാകെ വന്ന വലിയ സമ്മർദ്ദം എങ്ങനെയുണ്ട്? അപ്പോൾ പല കടങ്ങൾ വീട്ടാനുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ സഹിച്ചോളി, ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല എന്നർത്ഥം. മനസ്സിലല്ലേ? ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. മിക്കവാറും ഈ ഊർജ പ്രതിസന്ധി ഡിസംബർ വരെ തുടരും. അപ്പോൾ VD സതീശ മേനോന് വേണ്ടിയിട്ട്, ആ പുഞ്ചിരിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത എല്ലാ മഹാന്മാർക്കും നമോവാകം. എല്ലാ പണിയുണ്ട നാട്ടുകാരങ്ങൾക്ക്. ബൈ.